Hi friends, welcome to Tino talkies. Tino talkies in a put video like Tino and Ninga Umbilega I see no Rubik laptop. No wishes you Adam Dell in the branded company 4 GB RAM size or laptop. I see no Rubik in English wishes you. എനിക്ക് ആദ്യം അതിൻ്റെ പെർഫോമൻസ് അത്ര വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആമസോൺ വഴിയാണ് ഇത് ഓർഡർ ചെയ്തത്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് ഞാനൊരു 2 ദിവസം യൂസ് ചെയ്ത ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അത് എൻ്റെ അൺബോക്സിങ് വീഡിയോ. അൺബോക്സിങ് പറഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ പാക്കൊക്കെ പൊട്ടിച്ചതാണ്. നമുക്ക് ആദ്യം തൊട്ട് പാക്കിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് വെറും 1700 ഇന്ത്യൻ രൂപയ്ക്ക്, അത് ചീപ്പ് റേറ്റിന് ഒരു ലാപ്ടോപ്പ്, ഡെല്ലിൻ്റെ ലാപ്ടോപ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോയാലോ. ഇതാണ് ഗൈസ് സാധനം. ഇത് ഓൾറെഡി ഞാൻ ആമസോണിൻ്റെ പാക്കിങ് പൊട്ടിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു വെൽ പാക്കിങ്ങിലാണ് സാധനം വന്നിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്. അതായത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് അറിയുന്നതായിട്ട് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഞാനിത് ഓൾറെഡി ഒന്ന് പൊട്ടിച്ചതാണ്. ഒരു പ്ലാസ്റ്റിക് കവറിൽ ലാപ്പ് ചെയ്ത് വന്നിട്ട് ഡെല്ലിൻ്റെ ലാപ്പുണ്ട്. നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഡെല്ലിൻ്റെ ഒറിജിനൽ ചാർജർ. ആദ്യം ഞാൻ ഓർത്ത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് ഡെല്ലിൻ്റെ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഡെല്ലിൻ്റെ ഒറിജിനൽ ചാർജറാണ്. പിന്നെ അതിൻ്റെ പവർ കോഡ് ഇത്രയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. പിന്നെ പവർ കോഡും ചാർജറും എല്ലാം ഒന്ന് മാറ്റി വയ്ക്കണം. നമുക്ക് ലാപ്ടോപ്പ് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതാണ് ഡെല്ലിൻ്റെ ലാപ്ടോപ്പ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. ഡെൽ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഡെൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ വെയിറ്റാണ്. അത് 1 കിലോയിൽ താഴെ മാത്രമേ ഉള്ളൂ. നമുക്കുണ്ടോ, ഇത് വെറും 2 ബെർലിനൊക്കെ നമുക്ക് ഇത് പിടിക്കാൻ പറ്റും. അത് തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ലാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് സൂട്ടബിൾ ആയിട്ട്. എനിക്ക് ഓൾറെഡി ഒരു ഡെൽ ലാപ്പ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വെയിറ്റ് കാരണം ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട്. അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും കാണും. അപ്പം അതുകൊണ്ടാണ് ഞാനിത് നോക്കിയത്. ഞാനിത് വേറെ അവിടെ നിന്നല്ല മേടിച്ചത്. ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നിന്ന്, amazon.aയുടെ വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. എനിക്കിതിന് കറക്റ്റായി ചിലവായി പറഞ്ഞാൽ വെറും 85 ദിർഹംസിനാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. 85 ദിർഹംസ് എനിക്കിതിന് മുടക്കം വന്നിട്ടുള്ളൂ. ഇത് ഡെൽ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് കമ്പനിയുടെ ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ക്രോം ബുക്ക് എന്നാണ് നമുക്ക് പറയുന്നത്. അത് റീപബ്ലിഷ്ഡ് ക്രോം ബുക്കാണ്. എന്ന് വെച്ചാൽ ഇതിന് യാതൊരുവിധ ഡാമേജ് ഒന്നുമില്ല. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തരാം. പുതുപുത്തം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരുവിധ ഡാമേജ് ഇല്ല. ആമസോൺ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്ന സാധനമാണ് ക്രോം ബുക്ക് എന്ന് പറഞ്ഞ സാധനം. 85 ദിർഹംസിന് നമുക്കിനി ഇതൊന്ന് നോക്കാം, ഓപ്പണാക്കി നോക്കാം. ഇത് കണ്ടോ, ഇതാണ് സാധനം. വളരെ സ്മോൾ സൈസ് സാധനമാണ് കണ്ടോ. ഇതിൽ ലൈറ്റ് വെയിറ്റ് ആണ്, സ്മോൾ സൈസാണ് പ്രത്യേകത. ലൈറ്റ് വെയിറ്റ്, സ്മോൾ സൈസ്. പോരാത്തതിന് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 USB പോർട്ടുണ്ട്, ഒരു HDMI പോർട്ടുണ്ട്, പിന്നെ ചാർജ് ചെയ്യാനുള്ള പവർ കോഡ് ചെയ്യാനുള്ള ഒരു പവർ കേബിളിൻ്റെ ഒരു സ്പോട്ട്. പിന്നെ ഉള്ളത് നമുക്ക് മൈക്രോ മെമ്മറി കാർഡ് ഓപ്പൺ ആയി വരുന്നുണ്ട്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. പിന്നെ ഹെഡ്സെറ്റും മൈക്കും എല്ലാം കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട്. പിന്നെ ഒരു സി ടൈപ്പ് പോർട്ടുണ്ട്. എന്താ ഓപ്പണാക്കി ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നേരെ ഓപ്പൺ ഇതിൻ്റെ അത് ഉപയോഗിച്ചിരുന്ന OS ആണ്, ക്രോമിൻ്റെ ഒരു OS ആണ്. ഈ ക്രോമിൻ്റെ OS ആണെന്ന് കരുതി ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും പറ്റും. പക്ഷേ ഇതിന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് 4 GB RAM ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മെമ്മറി സൈസ് കുറവാണ്. 16 GB ഉള്ളൂ. നമുക്കിനി മെമ്മറി വേണമെങ്കിൽ നമുക്കൊരു മെമ്മറി കാർഡ് മേടിച്ചിട്ടാൽ മതി. 256 GB ഒരു മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്, മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്. ആ മെമ്മറി കാർഡ് മേടിച്ചിട്ട് നമുക്ക് 250 ഒരു ലാപ്പിൻ്റെ തന്നെ മെമ്മറി നമുക്ക് ഏകദേശം ഒപ്പിക്കാനും പറ്റും. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ഇതുണ്ടോ. ഓപ്പൺ ആയി വരുമ്പോൾ സാറിന് ക്രോമിൻ്റെ OS ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ക്രോമിൻ്റെ OS ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന് ഡെസ്ക്ടോപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്.
ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും ഉണ്ട്. യൂട്യൂബ്, ജിമെയിൽ, ഇനി നമുക്ക് വേഡ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ വേഡ്, അതൊക്കെ എല്ലാം ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇത് ശരിക്കും ഒരു മൊബൈലിൻ്റെ അകത്ത് പോലെയാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ പോലെ ഒരു പ്ലേ സ്റ്റോർ ഉണ്ട് ഇതിന്. പ്ലേ സ്റ്റോർ വഴിയാണ് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ടച്ച് പാഡ് ഉണ്ട്, മൗസ്, എല്ലാ കീകളും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതുണ്ട്, ക്യാമറയുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും ഒരു ആൻഡ്രോയിഡ് ആപ്പിനകത്ത് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ എഡിറ്റിങ് കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബ്രൗസിങ്ങും ചെറിയ അതായത് വേഡിൻ്റെ ഒക്കെ ചെറിയ ഡോക്യുമെൻ്റ് എഡിറ്റിങ്ങും പിന്നെ നെറ്റ് യൂസിനും നിങ്ങൾക്ക് സെർച്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂവീസ് കാണാനൊക്കെ ആണെങ്കിൽ ഗെയിമിങ്ങിനൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യില്ല, കാരണം അതിനുള്ള കപ്പാസിറ്റി ഇതിനില്ല. ഇങ്ങനെ ചെറിയൊരു യൂസ് സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ലാപ്ടോപ്പാണിത്. കാരണം സ്റ്റുഡൻസിന് അത്യാവശ്യം സൂം മീറ്റിംഗ്, ഗൂഗിൾ മീറ്റൊക്കെ ചെയ്യാനും അത്യാവശ്യം നെറ്റിൽ സെർച്ച് ചെയ്താലും പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും മറ്റും ചെറിയ ഡോക്യുമെൻറ്റേഷനൊക്കെ എഡിറ്റ് ചെയ്യാനും എല്ലാം ഇതിൽ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാം. വെറും 1700 രൂപ മുടക്കുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഈസിയായിട്ട് ഹോൾഡ് ചെയ്ത് നടക്കും. ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അഡ്വാൻറ്റേജ്. കാരണം ഇതിനകത്ത് ജിമെയിൽ, ഗൂഗിൾ എല്ലാം നമുക്ക് ഓപ്പൺ ആക്കാം. അതായത് ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് കാണുന്ന പോലെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതുകൊണ്ടോ ഇതിനകത്ത് ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് കാണിക്കുന്ന പോലെ എല്ലാ ഐക്കണും ഉണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന പോലെ ഇതിന് അതിന് വെബ് സ്റ്റോർ എന്ന് പറയുന്നത് ക്രോമിൻ്റെ വെബ് സ്റ്റോർ ഉണ്ട്. ക്രോമിൻ്റെ വെബ് സ്റ്റോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഏതൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. അത് ക്രോമിൻ്റെ സ്പെഷ്യൽ ആപ്ലിക്കേഷനാണ്. അത് ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ വിത്ത് ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്മൂത്തായിട്ട് ഏത് കൊച്ചിനും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു സിസ്റ്റമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർഡർ ചെയ്തോ. ഞാൻ ഇത് മേടിച്ച് ഞാൻ 2 ദിവസം യൂസ് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ റൂംമേറ്റിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. അത് പുള്ളി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസം വരും. ഇത് ഓർഡർ ചെയ്തേക്കണ സാധനം ഇനി അടുത്ത ദിവസം വരും. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ചെറിയ നിസ്സാര വിലയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതുകൊണ്ട് ഒരു ക്രോമിൻ്റെ ഒരു ഐക്കണൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് യാതൊരുവിധ ഡാമേജ് ഒന്നുമില്ല. അതുകൊണ്ട് ഫ്രഷ് പോലെ ഇരിക്കുന്ന സാധനം, സൂപ്പർ സാധനമാണ്. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിൾ, ചാർജറൊക്കെ കിട്ടുമെന്ന്. അതെല്ലാം ഇൻക്ലൂഡ് ആയ പാക്കാണ്. അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കേസ്. ഞാൻ നോക്കിയിട്ട് എനിക്കൊരു 3-4 മണിക്കൂർ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല ബാറ്ററി. ഞാൻ യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ഇത്രയും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കാര്യം. യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്തിട്ട് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. മേടിക്കാൻ ചുരുങ്ങിയ വിലയ്ക്ക് ലാപ്ടോപ്പ് മേടിക്കുന്ന ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് സ്റ്റുഡൻസ്, അവർക്ക് അതിന് മേടിക്കാനുള്ള പൈസ ഒന്നും കാണില്ല. അപ്പോൾ നിസ്സാര വിലയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.